എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MP നാരായണപിള്ള എഴുതിയ പരിണാമം എന്ന പുസ്തകത്തെ കുറിച്ചുള്ളതാണ്. MP നാരായണപിള്ള എഴുതിയ ആദ്യ നോവലാണ് പരിണാമം. അതുകൂടാതെ ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ മലയാളത്തിലെ ആദ്യ നോവൽ കൂടിയാണ് പരിണാമം. ഏകദേശം 420-ലേറെ പേജുകളുള്ള ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും കേരളത്തിൽ ഒത്തിരി ചർച്ചാ വിഷയമായതുമായ ഒരു പുസ്തകം കൂടിയാണ്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 385 രൂപയാണ് ഈ ഒരു പുസ്തകത്തിന്റെ വില. അധികാരവും രഹസ്യാന്വേഷണവും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു നോവൽ. ഭരണം പിടിച്ചടക്കാൻ ഒളിപ്പോർ നടത്തുന്ന മത്തായി മാർക്കോസ്, ഇവരെ നേരിടാൻ തുനിഞ്ഞിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവരും പായുന്നത് ഒരു നായയുടെ പുറകെയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള രഹസ്യാന്വേഷണം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു നോവൽ. ഒട്ടനവധി വിവാദങ്ങൾക്ക് കാരണമായ ഒരു നോവൽ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. നിരവധി കഥാപാത്രങ്ങളിലും അവരുടെ സംഭാഷണങ്ങളുമായി വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവൽ കൂടിയാണിത്. ഇതിൽ MP നാരായണപിള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. നായയും മനുഷ്യനുമായുള്ള വ്യത്യാസം നായ്ക്ക് കള്ളത്തരമില്ല എന്നുള്ളതാണ്. ചാരവലയങ്ങളും തടങ്കൽ പാളയങ്ങളും ഇല്ലാത്ത ഒരു ഭരണ വ്യവസ്ഥ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ഒരാദർശത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വായനക്കാരുടെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു നോവൽ. രചനയുടെ ചാരുത അനുഭവിക്കാൻ കഴിയുന്ന അപൂർവം കൃതികളിൽ ഒന്നുകൂടിയാണ് പരിണാമം. എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പരിണാമം. എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങിച്ച് വായിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.